3.5 വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്ന സംഭവം, ആ വാർത്ത നമ്മെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഹൃദയമുള്ളവരെ മുഴുവൻ കരയിച്ചിട്ടുണ്ട്. ഹൃദയഭേദകമായ ആ വാർത്തയുടെ വേദന മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അപ്പോഴാണ് തുടർ വാർത്തകൾ വരുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ ആ കുഞ്ഞിനെ ആരോ ഉപദ്രവിച്ചിരിക്കുന്നു, അതും അവരുടെ അടുത്ത ബന്ധുവായ ഒരാൾ. എന്തിനാണ് ഇങ്ങനെ പീഡോഫീലുകളായി മാറുന്ന ആളുകൾ എങ്ങനെയാണ് നമുക്ക് ചുറ്റുമുണ്ടാവുന്നത്? തക്ക ശിക്ഷ ആളെ കണ്ടെത്തി കൊടുക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. കേരളത്തിലെ പോലീസ് അത്ര മോശമൊന്നുമല്ല. വളരെ പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് അവർ നീങ്ങുകയും ചെയ്തു. ഇനി യഥാർത്ഥ കുറ്റവാളി അയാൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറത്ത് നമ്മളെല്ലാം അവനവൻ്റെ ലോകത്തേക്ക് ഓരോ വ്യക്തിയായി മാറി ഒതുങ്ങുകയാണ്. അതിൽ സമൂഹ മാധ്യമം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ചുറ്റുപാടുമുള്ളവരുമായി ഇടപെടാൻ, അയൽവക്കക്കാരുമായി, ബന്ധുക്കളുമായി, കുറഞ്ഞപക്ഷം സ്വന്തം വീട്ടിൽ ഉള്ളവരുമായി എങ്കിലും ഇടപെടാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അതിൽ നിന്നൊക്കെ അകന്നു പോകുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത്. അതിന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടെ, പുരോഗമന പ്രസ്ഥാനങ്ങളെ ഉൾപ്പെടെ കുറ്റം പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു ജാഗ്രത നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. റെസിഡൻസ് അസോസിയേഷനും പ്രാദേശിക സംഘടനകളുമൊക്കെ ചേർന്നുള്ള ജാഗ്രതാ സമിതികൾ എല്ലാ പ്രദേശത്തും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇത്തരം ചുറ്റുപാടും ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ.